അപ്പം നമ്മൾ കേട്ടത് ഒരുപാട് പേര് പറയുന്നതൊക്കെ ജിമ്മിലൊക്കെ പോയി പെട്ടെന്ന് എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എന്നെ പോലുള്ളവര് എക്സസൈസ് ഒന്നും ചെയ്യാത്ത ആള് പെട്ടെന്ന് എൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ തടി ഉറയ്ക്കാനോ പെട്ടെന്നൊരു ആവേശം വന്ന് ജിമ്മിൽ പോകും. അങ്ങനെ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രിക്കോഷൻ നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുന്നത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? അതെ, ഇപ്പോൾ നമ്മൾ ദീർഘകാലമായിട്ട് എക്സസൈസും ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് പോയി കാഠിന്യമായി എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കണ്ടിട്ട് ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ ഒക്കെ പരിശോധിച്ച് നോക്കേണ്ട ആവശ്യതയുണ്ട്. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി അവർക്ക് അതിന് താങ്ങാൻ പറ്റുന്നതാണോ എന്നുള്ളത് പരിശോധിക്കണം. നമ്മൾ പെട്ടെന്ന് പോയി ഒരു കഠിനമായ എക്സസൈസ് ചെയ്യുന്നത് നല്ലതല്ല. ഗ്രാജുവലായിട്ട് എക്സസൈസ് ചെയ്യണം. ഒരു വലിയ കഠിനമായ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാമപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. കുറച്ച് നേരത്തേക്കൊന്ന് നടക്കുകയോ അല്ലെങ്കിൽ കൈകാലം സ്ട്രെച്ച് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കാഠിന്യമായ എക്സസൈസ് ചെയ്യുള്ളൂ. പക്ഷേ ഇതിനും വേണം, പ്രത്യേകിച്ച് ഈ ജിമ്മിൽ. കാരണം ജിമ്മിൽ വളരെ കായികക്ഷമതയുള്ള എക്സസൈസ് ആയിരിക്കും ഇവർ പ്രത്യേകിച്ച് ചെയ്യുന്നത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അപ്പോൾ ഏത് വ്യക്തികൾക്ക് വേണമെങ്കിലും ഹൃദയാഘാതമോ പക്ഷാഘാതമോ വരാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 കൊല്ലത്തേക്ക് ഒരു പ്രഷറോ ഒരാളുടെ വ്യക്തികളുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ അത് പരിധിക്ക് പുറത്ത് പോവുകയാണെങ്കിൽ, നമ്മൾ ഹൈപ്പർ ടെൻഷൻ ആയാലും ഒരു ഡയബറ്റിക് ആണെങ്കിലും ഹൈപ്പർ കൊളസ്ട്രീമി ആണെങ്കിലും ആദ്യത്തെ ഒരു 5-10 കൊല്ലത്തേക്ക് ആ രോഗികൾക്ക് യാതൊരു രോഗലക്ഷണവും കാണത്തില്ല. അപ്പോൾ അവരുടെ വിചാരം അത് അസുഖമൊന്നും ഇല്ല എന്നുള്ളത്. നമ്മൾ യാദൃശ്യമായിട്ട് ബ്ലഡ് പരിശോധിച്ച് നോക്കുമ്പോൾ മാത്രമായിരിക്കും കാണുന്നത്. പക്ഷേ ഇത്തരം ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ഡയബറ്റിസോ ഹൈപ്പർ കൊളസ്ട്രോളോ കാലക്രമേണ നമ്മുടെ രക്തധമനിക്കുള്ളിൽ തടസ്സങ്ങൾ, ബ്ലോക്കുകൾ ഉണ്ടാക്കി, കൊളസ്ട്രോളും മറ്റ് കോശങ്ങളൊക്കെ കഴിഞ്ഞ് ബ്ലോക്ക് ഉണ്ടായി ഒരു സുപ്രഭാതത്തിൽ അത് ഹൃദയാഘാതത്തിലോട്ടോ പക്ഷാഘാതത്തിലോട്ടോ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പം പൂർണ്ണ ആരോഗ്യനാണെന്ന് വിചാരിക്കും, നമുക്ക് നടക്കുമ്പോഴോ ആയാസപ്പെടുമ്പോഴോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാന്ന് നോക്കും. പക്ഷേ നമ്മുടെ ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ പരിധിക്ക് പുറത്തായിരിക്കും, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ പരിധിക്ക് പുറത്തായിരിക്കും, അല്ലെങ്കിൽ ബ്ലഡ് കൊളസ്ട്രോൾ നോക്കുമ്പോൾ അത് പരിധിക്ക് പുറത്തായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇതിനെല്ലാം സൈലന്റ് കില്ലേഴ്സ്, നിശബ്ദ കൊലയാളികൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പ്രിവെൻഷൻ, ഒരു ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാതിരിക്കണമെങ്കിൽ ഏറ്റവും പണ്ടൊക്കെ 40 വയസ്സ് കഴിഞ്ഞുള്ള രോഗികളായിരുന്നു പറഞ്ഞിരുന്നത്, വ്യക്തികളായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇന്ന് 20 വയസ്സായി. കാരണം ഇതിന് വലിയ സാമ്പത്തികമാവുന്നില്ല. വർഷത്തിലൊരിക്കൽ 20 വയസ്സ് കഴിഞ്ഞുള്ള എല്ലാ വ്യക്തികളും വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ നോക്കി പരിധിക്കുള്ളിലാണ്. ചില ആൾക്കാരെ 160-100 BP ഉണ്ടായിരുന്നു, ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് എഴുതി. മരുന്ന് കഴിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ BP അങ്ങ് നോർമലായി. അതിനുശേഷം ഞാൻ മരുന്ന് കഴിക്കുന്നേ ഇല്ല. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് അവൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുമ്പോൾ BP 180-220. ഇവർക്ക് എന്താണ് അഡ്വൈസ് കൊടുക്കേണ്ടത്? അല്ല, ഇത് ഈ പറഞ്ഞ സാധനം, ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഹൈപ്പർ കൊളസ്ട്രോൾ ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാനേ പറ്റും, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. അത് ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെയും മരുന്നിലൂടെയും നിയന്ത്രിച്ച് വെക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. തുടർച്ചയായിട്ട് കഴിക്കണം, ലൈഫ് ലോങ് ജീവിതകാലം. മരുന്ന് തുടർച്ച കഴിച്ചു കഴിഞ്ഞാൽ വൃക്ക പോകും, കിഡ്നി പോകും, മരിച്ചു പോകും, അങ്ങനെ തോന്നലുണ്ട്. അത് മരുന്നുകൊണ്ടല്ല, അതിപ്പം ദീർഘകാലം പ്രമേഹമോ പ്രഷറോ നിയന്ത്രിക്കാതെ വരുന്നതിന്റെ അതിന്റെ അനന്തരഫലങ്ങളാണ് കിഡ്നി പ്രശ്നം. മരുന്നിനേക്കാൾ പ്രശ്നം രോഗമാണ്. അതെ, ഇത്തരം ഒരു 30 വയസ്സുള്ള 35 വയസ്സുള്ള പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള വ്യക്തി നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ പരിധിക്ക് പുറത്തേക്കാണെങ്കിൽ അവർക്ക് ഗുളിക കഴിക്കണമെന്ന് പറയുമ്പോൾ അവർക്കത് ദീർഘകാലം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഗുളിക കഴിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് മടിയായിരിക്കും. പക്ഷേ നമ്മൾ ജീവിതകാലം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരാശരി ആയുസ് 75 വയസ്സാണ്. ഒരു മനുഷ്യൻ 75 വയസ്സ് വരെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ബ്ലഡ് പ്രഷർ, സിസ്റ്റോളിക് പ്രഷർ 140 താഴെയും ഡയസ്റ്റോളിക് 90 താഴെ ആയിരിക്കണം. അയാളുടെ ഫാസ്റ്റിംഗ് ഷുഗർ 70-100 ഇടയ്ക്കായിരിക്കണം. അയാളുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ, LDL, ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് 130 താഴെ ആയിരിക്കണം. അയാൾ പുകവലിക്കാൻ. പക്ഷേ ഹാർട്ട് അറ്റാക്ക് വരുന്ന രോഗികൾക്ക് 70 താഴെ പോയാൽ പോലും നല്ലതെന്നല്ലേ പറയുന്നത്? അതെ, 70 താഴെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ, നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ശരാശരി ആയുസ് 75 വയസ്സാണ്. ലോകത്തിലെ ഇന്ത്യയിലെ ശരാശരി ആയുസ് 68 വയസ്സാണ്. അപ്പോൾ ഞാനൊന്നൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളൊന്നൊരു വ്യക്തി 75 വയസ്സിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം ചിട്ടയായ രീതി, നമ്മുടെ നമ്മുടെ ആഹാര ജീവിതശൈലിയിലെ മാറ്റങ്ങളും നമ്മുടെ ദുശീലങ്ങൾ ഒഴിവാക്കുക. കഴിഞ്ഞ ആഴ്ച ഒരു രോഗിയെടുത്ത് ഞാൻ പറയുമായിരുന്നു, ഞാനിപ്പം എനിക്ക് കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിഞ്ഞ് 20 കൊല്ലമായിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഇഡ്ഡലി കഴിക്കുന്ന ഒരു പ്രവണതയോടെയാണ്. ഇതിന് ഞാനൊരു ഫോറിൻ വസ്തുവായിട്ടോ ഇത് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ ഇഡ്ഡലി കഴിക്കുന്ന അതേ വ്യഗ്രതയോടെ ഗുളിക കഴിക്കുകയും ഗുളികയുടെ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്യപ്പെട്ടാൽ ഒരു രോഗവും ഇതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ തന്നെ ഒരു 30 വയസ്സ് പോലെ ഞാൻ എല്ലാ 6 മാസം കൂടുമ്പോൾ എൻ്റെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ നോക്കാറുണ്ടായിരുന്നു. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. ഒരു 2 കൊല്ലത്തിന് നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് 130 താഴെയായിരുന്നത് പിന്നെ 190 ഞാൻ ആഹാരം നിയന്ത്രിച്ചിട്ട് വ്യായാമം ചെയ്തിട്ട് ഒരു 160 മേലെ തന്നെ നിന്നപ്പോൾ ഞാനത് ഗുളിക കഴിക്കാൻ തുടങ്ങി. 2 കൊല്ലമായിട്ട് ഗുളിക കഴിക്കുന്നു. ഇപ്പം കൊളസ്ട്രോളിൻ്റെ അളവ്, LDL കൊളസ്ട്രോളിൻ്റെ അളവ് 130 താഴെയാണ്. എൻ്റെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ ഞാൻ എല്ലാ 6 മാസം കൂടുമ്പോൾ നോക്കാറുണ്ട്. തൽക്കാലം പരിധിക്കുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഈ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർമാർ മാത്രമല്ല, എല്ലാവർക്കും ഇത് ഒരു സൂചനകളാണ്. ഇതിന് വലിയ കാര്യങ്ങളൊന്നും. നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി നിങ്ങൾ ചിലവാക്കുന്ന ഈ സമയങ്ങളില്ലേ, അതായത് ഉത്സവം പോലെയോ അല്ലെങ്കിൽ നമ്മളെ വ്യായാമത്തിനെതിരായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊഴിവായി വ്യായാമത്തിനും അല്ലെങ്കിൽ ഇതിനും ഈ മരുന്നിനും ഒക്കെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ രോഗം നിയന്ത്രിക്കുക മാത്രമല്ല ഒരുപാട് ജീവനുകളെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റും. Mediterranean Group of Hospitals.